യെസ്. അപ്പോൾ നമ്മളിങ്ങനെ എ കെ ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നടന്ന് നടന്ന് കാണുന്നതിനിടയിൽ നമ്മൾക്ക് ഇവിടുത്തെ കുറച്ച് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് രണ്ട് താത്ത കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ പറയൂ, എന്താണ് പേര്? ജസീറ. ഹസീന. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വെട്ടിച്ചിറ. രണ്ടുപേരും. ഓക്കെ, ഫൈൻ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്? ഹൗസ് വൈഫാണ്. ഞാൻ MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞു. ഓക്കെ, ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ഒരു വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഉഷാറാണ് ഇവിടെ, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ഞങ്ങൾ മാളിലൊക്കെ പോണ ആൾക്കാരാണ്, ഇവിടെ വന്നപ്പോഴും ഉഷാറാണ്. തിരൂര് നമുക്കൊരു എ കെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, അവിടെ പോയിട്ടില്ല. പോയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ ഇവിടെ വരുന്നത്. നമ്മൾ പോക്കുണ്ട്, യാറ അവിടെയൊക്കെ പോക്കുണ്ട്, വളാഞ്ചേരി അവിടെയൊക്കെ പോക്കുണ്ട്. അവിടെ അതിന് ഇതായിട്ട് ഇവിടെ ഓഫർ, ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്നപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് സാധനങ്ങൾ വാങ്ങണക്കാട്ടി പഞ്ചസാര, മല്ലി, മുളക് അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ ഓഫറുണ്ട്. നല്ല ഓഫറാണ്. അപ്പോൾ എന്തുകൊണ്ടും പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാൾ സുഖം ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് എല്ലാ സാധനങ്ങളും ഒരു ഇതിലാക്കിയിട്ട് നമുക്ക് പോവാം. അവിടുന്ന് പുറത്തുനിന്നാകുമ്പോൾ പച്ചക്കറി വേറെ, പലചരക്ക് വേറെ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇവിടെ തന്നെ എല്ലാം വാങ്ങിച്ചിട്ട് പോവാം. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇന്ന് സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓക്കെ കുറവാണ്, നമുക്ക് ഓക്കെയാണ്, കുറവാണെന്ന്. അപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എ കെയുടെ ഒരു മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിങ് വളരെ കുറവാണ്. നമ്മുടെ തിരൂർ ഹൈപ്പർ മാർക്കറ്റൊക്കെ അങ്ങനെയാണ് ആളുകൾ പറയുന്നത്, ഞാനല്ല, ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും എ കെയിൽ വരാനുള്ള ഒരു തീരുമാനമുണ്ടോ? ഉണ്ട്. നമ്മൾ വെട്ടിച്ചിറല്ലേ, പുത്തനത്താണി, എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു മാള് വന്നതിൽ സന്തോഷമുള്ളൂ. എന്തായാലും വരും. ഇവിടെ അപ്പുറത്ത് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ കൊതിയൊക്കെ ഉണ്ട്, കൊതി വന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വിടാനാണോ പ്ലാൻ? അതെ. അപ്പോൾ രണ്ടുപേര് മാത്രമേ വന്നുള്ളൂ എല്ലാ ഫാമിലി? നമ്മളൊന്നും കൂടെ വൈകുന്നേരം വരുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷം ഫുഡൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒന്നും കൂടെ വരും. അപ്പോൾ ഇവിടെ ചില്ലറക്കാരല്ല, രാവിലെ ജസ്റ്റ് മോളൊന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് കാണാൻ, പരിചയപ്പെടാൻ, ഉദ്ഘാടനമൊക്കെ അല്ലേ, വൈകുന്നേരം ഒന്നും കൂടെ വരും അല്ലേ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഫാമിലിയെയും കൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്നും കൂടെ വരാനുള്ള പ്ലാനാണ്. എന്താണ് ഒന്നും കൂടെ വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു മോട്ടീവ്? ഫുഡ് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട്, അപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് വൈകുന്നേരം ഒന്നൊന്ന് കഴിക്കണം. പിന്നെ ബാക്കി ഫുള്ള് സംഭവം കണ്ടിട്ടില്ല, അതൊക്കെ ഒന്ന് വന്ന് കാണണം. ബാക്കി സാധനങ്ങൾ വാങ്ങണം ഒക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് വന്നാൽ ശരിയാവില്ല, എല്ലാവരും കൂടെ വന്ന് കുട്ടികൾക്കും കൂടെ ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ ഉള്ളതും കൂടെ ഒക്കെ നോക്കിയിട്ടൊന്ന് വാങ്ങണം. നമ്മൾ പിന്നെ ഒരുപാട് നാളായി ഇത് വരുന്നുണ്ട് അറിഞ്ഞാണ് നമ്മൾ കാത്തിരിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവരൊക്കെ മുൻപേ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മൾ മുൻപേ അറിയാത്തത്. അപ്പോൾ പുത്തനത്താണിക്കാർ എന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നു? ഒരു അഭിമാന നിമിഷമാണോ? അഭിമാനമാണ് നമുക്ക്. എന്താ വെച്ചാൽ ഒരുപാട് അതൊന്നും ഇല്ലല്ലോ ഇവിടെ, കൊട്ടക്കലായാലും ഇല്ല, ഒന്നുമില്ല, അത്ര ഒരു വലിയൊരു ഇത്. അപ്പോൾ നമുക്ക് അഭിമാനം തന്നെയാണ് എന്തായാലും. അപ്പോൾ പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരി വരെ പോയിട്ട് നമ്മുടെ മാളുകളിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ്. നമുക്ക് വെട്ടിച്ചേർന്ന് പുത്തനത്താണി വരാറ്റേക്കും സുഖമാണ്. ഒന്നും കൂടെ യാറാമണ്ണക്കാളൊക്കെ ഒന്നും കൂടെ ഒരു മെച്ചപ്പെട്ടതായിട്ടാണ് നമുക്ക് നോക്കി എല്ലാ സാധനങ്ങളും. കുറച്ചും കൂടി വേണമെന്ന് തോന്നി, ബാക്കിയുള്ളതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും കുട്ടികളെയും കൊണ്ടൊക്കെ വൈകിട്ട് വരിക, ഉഷാറാക്കുക, ഫുഡൊക്കെ കഴിക്കുക, അടിപൊളിയാക്കുക. ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി കുട്ടികളെയും കൊണ്ട് വന്നിട്ട് ബാക്കി പർച്ചേസിംഗ് ഒക്കെ നടത്താനുള്ള പ്ലാനാണ്. എന്തായാലും ഇവർ കുറച്ചൊന്ന് ചുറ്റി കാണട്ടെ, എന്നിട്ട് വേണം കുട്ടികളെയും കൊണ്ട് അവർക്കൊരു ഗൈഡൻസ് ഒക്കെ കൊടുക്കുക, അല്ലേ, ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്തായാലും ഇത്രയും സമയം നമ്മുടെ അടുത്ത് ചിലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ വൈകിട്ട് ഒന്നും കൂടെ വരും. ഓക്കെ, എന്തായാലും ഇനിയും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം, കേൾക്കാം. അതുവരെ ദിസ് ഇസ് മിഥിൽ ഷാന സൈനിങ് ഓഫ്. ബൈ.